ഈ മഹനീയ സദസ്സിന്റെ അധ്യക്ഷത പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി അൽ ഇർഷാദ് ഇസ്ലാമിക് ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ കെ മുഹമ്മദ് മാസ്റ്ററെ അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലൽ കരീം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ അബ്ദുൽ സാഹിബ് അവരുടെ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയങ്കരനായ അബ്ദുറഹ്മാൻ സാഹിബ് അവരുടെ, ഗുരുതുല്യനായ മൊഹീദ്ദീൻ മൗലവി, ഏരിയ പ്രസിഡന്റ് മജീദ് സാഹിബ്, വേദിയിൽ സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവന് അടിമപ്പെട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അടിയാറുകൾക്ക് ഇബാദത്തെടുക്കുവാൻ ഒരു വന്ദനം കൂടി നിമിഷങ്ങൾക്ക് മുമ്പ് അബ്ദുൽ സാഹിബ് വഖഫ് ചെയ്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ആമോദത്തിൻ്റെ നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ ഈ പള്ളി നിർമ്മിക്കുമ്പോൾ പല ആളുകൾക്കും എന്തിനാണ് ഇനി അയിരൂരിൽ പള്ളി എന്ന സംശയം ഉണ്ടായിരുന്നു. ന്യായമാണ് താൻ. ഞാൻ ഒന്നിൻ്റെ അനുഭവങ്ങൾ പറയുകയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഈ അയിരൂരിൽ ഒരൊറ്റ പള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ മഹല്ല് പള്ളിയാണ്. അന്ന് 600ഓളം കുടുംബങ്ങൾ, മുസ്ലിം കുടുംബങ്ങൾ അയിരൂരിലുണ്ട്. എല്ലാം ഓർമ്മയുണ്ട്. വെള്ളിയാഴ്ചകളിൽ മെയ്തുക്കാന്നാൽ മുന്നത മെയ്തുക്കാന്ന് പറയുക. അദ്ദേഹം ഒരു 12 മണിയായാൽ അസ്വസ്ഥനായി പുറത്തിറങ്ങി നിൽക്കും 40 ആളെ തേക്കാൻ വേണ്ടി. വൈദ്യുതി പോലെ പലരെയും വിളിച്ച് ചിലപ്പോൾ 12, 12:30, 1 മണിയൊക്കെ ആകും 40 ആളെ കിട്ടി ജുമ തുടങ്ങുക. ഇത് നമ്മൾ അയിരൂര് കഴിഞ്ഞു പോയ ചരിത്രമാണ്. റമദാനോടനുബന്ധിച്ച് പള്ളി ദർസ് കൂട്ടി ദർസും മുതഅല്ലിമീങ്ങളും പോയി കഴിഞ്ഞാൽ ജമാഅത്ത് നടക്കാത്ത അവസ്ഥയും നമ്മുടെ മഹല്ലിൽ ഉണ്ടായിരുന്നു. അന്നൊരു പള്ളിയേ ഉള്ളൂ. എൻ്റെ ഓർമ്മയിൽ നമസ്കാര പള്ളികളുണ്ടായിരുന്നെങ്കിലും പിന്നീട് ജമാഅത്ത് പള്ളി അയിരൂർ സ്ഥാപിതമാകുന്നത് 1987 മസ്ജിദ് ഇർഷാദ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമികയുടെ പള്ളിയാണ്. ശേഷം സർഫി മസ്ജിദും മറ്റു പല പള്ളികളും വന്ന് ഇപ്പോൾ ഈ മഹല്ലിൽ ജുമ നടക്കുന്ന 6 പള്ളികളുണ്ട്. 6 ജുമ പള്ളികൾ ഈ മഹല്ലിലുണ്ട്. അതേ പഴയ മഹല്ലിൽ നിന്ന് തൊട്ട് അപ്പുറം സ്ഥലം വിട്ടുവരികയാണ്. ബാക്കിയുള്ള സ്ഥലത്ത് 6 പള്ളി ഇപ്പോഴുണ്ട്. ഇതുകൂടാതെ 3, 4 നമസ്കാര പള്ളികളുമുണ്ട്. ഈ എല്ലാ പള്ളികളിലും ഇപ്പോൾ വഖ്തുകൾക്കും ജുമകൾക്കും ആളുകൾ യഥേഷ്ടമുണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത്, പള്ളികൾ കൂടുന്നതിനനുസരിച്ച് ഈ നമസ്കരിക്കുന്നവരും മറ്റും കൂടി എന്നല്ലാതെ അതുകൊണ്ട് ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. മറ്റൊരു കാര്യം പറയുന്നത്, ഈ പള്ളി ഉണ്ടെങ്കിലും തൽക്കാലം ഇവിടെ ജുമ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നാട്ടിലെ പടച്ചതമ്പുരാന്റെ സൃഷ്ടികളായ ജാതി മത ഭേദമന്യേ ഉള്ള മുഴുവൻ സൃഷ്ടികൾക്കും ഇഹത്തിലും പരത്തിലും രക്ഷയും മോക്ഷവും നേടാൻ സഹായകമായ മാർഗദർശനങ്ങൾ നൽകുക, അതിന് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, അത് കേന്ദ്രമായി വർത്തിക്കുക എന്നതാണ് ഒന്നാമതായി ഇതിൻ്റെ ലക്ഷ്യം. ആ കൂട്ടത്തിൽ ഇവിടെ നമസ്കാരവും നടക്കും. സ്വാഭാവികം പറഞ്ഞ പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗൈഡൻസ് ക്ലാസ്സുകളും മറ്റ് സേവന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇത്ര മാത്രമാണ് ഈ പള്ളിയുടെ ആരംഭത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോഴ് ഇവിടെ നിൽക്കുമ്പോൾ 43 കൊല്ലം
പിന്നിലേക്ക് ഞാനൊന്ന് ഓർക്കുകയാണ്. എൻ്റെ മനസ്സിലൂടെ മിന്നി മറയുകയാണ്. ഇവിടെ ഇരിക്കുന്ന മഹദി മൗലവിയും തുടങ്ങിയ ഓരോ ആളുകൾ ചെറുപ്പത്തിൽ, അതായത് 50-60 മുമ്പാണ് ഇവിടെ വന്നൊരു സ്കോഡ് നടത്തി സ്റ്റാഫ് നടത്തിയിരുന്നു. അവിടെ കഴിഞ്ഞ് ഞങ്ങൾക്ക് യുവാക്കളായപ്പോൾ 83-ലാണ് ഈ നാട്ടിൽ തന്നെയുള്ള ചില അധാർമിക പ്രശ്നങ്ങൾ മറ്റും കറങ്ങിച്ചുകൊണ്ട് KT അബ്ദുൽ സാഹിബും ഞാനും ഒക്കെ ഇരുന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ചത്. അങ്ങനെയാണ് നമുക്ക് ഖുർആൻ ക്ലാസ് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് 83 ജൂൺ മാസത്തിലാണ് അബ്ദുവിൻ്റെ വീട്ടിൽ ഒരു ഖുർആൻ ക്ലാസ് തുടങ്ങിയത്. അന്ന് 6 പേരാണ് പങ്കെടുത്തത്. 2 മാസം കഴിഞ്ഞപ്പോൾ 83 ആഗസ്റ്റ് 19-നാണ് ജമാഅത്തെ ഇസ്ലാമി മുത്തഫിഖ് അലക്ക അല്ലെങ്കിൽ അനുഭവി വൃത്തം എന്നൊന്ന് രൂപീകരിക്കുന്നത്. ആ 6-ൽ നിന്ന് 3 ആളാണ് പങ്കെടുത്തത്. ഇങ്ങനെ വൃത്തം ഉണ്ടായി എന്ന് വന്നത് മുതൽ സഹിക്കാനാവാത്ത എതിർപ്പുകളും പ്രതിസന്ധികളും പ്രയാസം അനുഭവിച്ചു. ഒരു ഉദാഹരണം പറയുകയാണ്. അന്ന് KT അബ്ദുൽ സാഹിബിനെ കുന്നം കൊടുത്താണ് കച്ചവടം. പഴയ ആളുകൾക്ക് അറിയാം, ഇവിടെ പുലിക്കോട് ബസ് ഉണ്ടായിരുന്നു. രാത്രി അത് വരിക, അത് കട കൂട്ടി ആ ബസ് വരുമ്പോൾ പാറയിലെത്തുമ്പോൾ 9 മണിയാവും. അങ്ങനെ ബസ് പാറ വരെ വന്നാൽ 9 മണിക്ക് പാറയിൽ ഇറങ്ങി അവിടെ നിന്ന് 3 കിലോമീറ്റർ അത് നടന്ന് വന്നിട്ട് വേണം ഞാൻ കാണാൻ. എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അന്ന് 3 പേര്, ഞാനും ഒന്ന് ഖാദർ അബ്ദുവാണ്. ഞാനും ഖാദറും അതിൽ പാടത്തിലുള്ള റോട്ടിൽ വരമ്പിൽ കെട്ടിപ്പിടിച്ച് നിൽക്കും. മകരമാസമാണ് എനിക്ക് നല്ല തണുപ്പുണ്ട്, ഞങ്ങൾ തണുത്ത് കെട്ടിപ്പിടിക്കും. അത് വീട് കൂട്ടി വന്ന ശേഷം അവിടെ കൾവർ ചെയ്തിട്ട് ഞങ്ങൾ ടോർച്ച് അടിച്ച് യോഗം ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കും. അങ്ങനെയാണ് തുടങ്ങിയത്. ഒരു ദിവസം ഞങ്ങൾക്ക് രാഷ്ട്രത്തിന് ശേഷം യോഗം ചേരേണ്ടി വന്നു. പാലപ്പെട്ടിയിലെ മൊയ്തു മൊഴി ഇവിടെ എത്തിയെന്ന് എനിക്ക് അറിയില്ല. സൂല കിടക്കുകയാണ്. അദ്ദേഹം ഈ കനാലി ഇറങ്ങി അന്ന് കഷ്ടി നെഞ്ച് വരെ അല്ലെങ്കിൽ ഇറക്കി മീതെ വെള്ളമുണ്ട്. മുണ്ട് പൊക്കി തോടിറങ്ങി വന്ന് നോക്കുമ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല. അങ്ങനെയാണ് പെന്നം അലി വീടുണ്ടാക്കിയ പാടത്ത് വിളഞ്ഞു കിടക്കുന്ന നെല്ലിൻ്റെ ഇടയിൽ കയറിയിരുന്ന് ഞങ്ങൾ യോഗം ചേർന്നു. ഈ ഒരവസ്ഥയിൽ നിന്നാണ് ഇവിടെ പ്രസ്ഥാനം തുടങ്ങിയത്. അൽഹംദുലില്ലാഹ് ഇന്ന് ആ പ്രസ്ഥാനം 2-3 ഏക്കർ ഭൂമിയും കുറേ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ക്വാർട്ടേഴ്സും 2ാമത്തെ പള്ളിയും ഉള്ള അവസ്ഥയിലേക്ക് എത്തി. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവന് വേണ്ടി അർപ്പിച്ച പ്രവർത്തനത്തിന് ഫലമായി വളർന്നു വന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ പറയുമ്പോൾ കുറച്ച് വ്യക്തിത്വങ്ങളെ ഓർക്കാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഞങ്ങൾ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ എൻ്റെ പിതാവിനേക്കാൾ പ്രായമുള്ള രജിസ്ട്രേഷൻ റിട്ടയർ ചെയ്ത PM മുഹമ്മദ് അദ്ദേഹത്തിന് പിന്തുണ വളരെ വലുതായിരുന്നു. അദ്ദേഹം മരിക്കുന്നവരെയും ഇതിൻ്റെ പിന്തുണയായി മാത്രമല്ല പല ദിവസത്തായി തുടരുകയുണ്ടായി. 87-ൽ പള്ളി ഉണ്ടാക്കുവാൻ വേണ്ടി 10 സെന്റ് ഭൂമി ഒപ്പ് ചെയ്ത കുറ്റിയങ്ങാട് സെയ്ദക്ക സഹോദരന്മാരായ മാമലിക്ക, കുട്ടിയോരാജി, ഇവരൊന്നും എനിക്ക് ഓർമ്മയ്ക്കാൻ കഴിയില്ല. മാമലിക്ക, സെയ്ദക്ക ആ 10 നിന്ന് മാത്രമല്ല പിന്നീട് 1 ഏക്കർ തെങ്ങും പറമ്പ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ടായി. അന്ന് ഞങ്ങൾ സഹിച്ചു നിന്നിരുന്ന മറ്റൊരാളാണ് എത്തിയപ്പോൾ മമ്മൂട്ടിക്ക, പള്ളിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. മമ്മൂട്ടിക്ക അളിയൻ കുഞ്ഞുട്ടിക്ക കൂടിയിട്ട് ഗാബരിക്കാട് 1 ഏക്കർ വരുന്ന നിലവും അതിൽ കരയുന്ന പാപ്പ വരികയുണ്ടായി. ഇതെല്ലാം പ്രേരണ കൊണ്ട് പ്രവർത്തിച്ച മഹാവ്യക്തിത്വമാണ് എള്ളുപ്പറമ്പിൽ മുഹമ്മദ് കവ എള്ളുക്ക എന്ന് പറയുന്ന മഹാവ്യക്തിത്വം. അദ്ദേഹത്തെയും എനിക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഇതേപോലെ തന്നെയാണ് ഈ പള്ളി തുടങ്ങിയപ്പോൾ ഇവിടെ ആദ്യം വന്ന ഇമാമായി വന്ന കുഞ്ഞിബാബ സാഹിബ് കുഞ്ഞാക്കാന്ന് വയ്ക്കാറ്. ആ പാടത്തുണ്ടാക്കിയ ഷെഡിൽ മൂത്രമൊഴിക്കാൻ സ്ഥലമില്ലാതെ മൂത്രമൊഴിക്കാൻ കൊണ്ട് ഇവിടെ അടുത്ത വീട് പോയി മൂത്രമൊഴിച്ച് വന്ന് അവിടെ കിടന്ന് ഈ നാട്ടിലെ ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരെയും സ്നേഹിച്ച് അവരെല്ലാവരെയും ചേർത്ത് പിടിച്ച് ഈ നാട്ടിൽ പ്രസ്ഥാനത്തിന് പേരുണ്ടാക്കിയ കുഞ്ഞിബാബ സാഹിബ് കുഞ്ഞാക്ക എനിക്ക് ഓർമ്മ വയ്ക്കാൻ കഴിയാത്ത അതാണ്. ഇതുപോലെ തന്നെയാണ് വിളക്കേരി കുഞ്ഞുവൻക, പർച്ച അരുവിക്ക, KT പിതാവായ VKC മൊയ്നിഹാജി, കൊച്ചുപറമ്പിലെ സുലൈമാനിക്ക തുടങ്ങി ഇന്ന് അള്ളാഹുവിലേക്ക് യാത്രയായ കുറേ മഹാന്മാരുണ്ട്. സലഫി ധാരയുടെ മുൻനിരക്കാരും പ്രവർത്തകരുമായിരുന്ന നേതാക്കളായിരുന്ന കാരക്കാട് MA ബാപ്പു മൗലവി, KM മൂസ മൗലവി തുടങ്ങിയുള്ള ആളുകൾ
ഈ പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയപ്പോൾ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പിന്തുണ നടന്നുകൊണ്ട് പ്രത്യേകം സഹായിച്ചത് എനിക്ക് മറക്കാതിരിക്കാൻ കഴിയയില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്ന രംഗത്ത് എൻ്റെ തോളോട് തോളി നിന്നുകൊണ്ട് പ്രത്യേക വനിതാ രംഗത്ത് സത്യമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും ഇവിടെ ഈ സ്ഥാപനം ഉണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹം ചെയ്യുന്ന കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്ന് വിട്ടുപോയ സ്വപ്നം കണക്കെ വിട്ടുപോയ എൻ്റെ പ്രിയ പത്നി മറിയം ജമീല വളരെ ആകാംക്ഷയോടുകൂടി ഈ സ്ഥാപന വളർച്ചയ്ക്ക് വേണ്ടി നിശബ്ദമായി വർത്തിരുന്ന കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് നമ്മളിൽ വിട്ടുപോയ എൻ്റെ സഹോദരൻ മൊയ്തീൻകുട്ടി തുടങ്ങിയുള്ള വ്യക്തികളെയും ഞാൻ ഓർക്കുകയാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും തക്കതായ പ്രതിഫലമാറാകട്ടെ. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ശാരീരികമായി ഇവിടെ ഇല്ല എങ്കിലും കണ്ണും കാതും കൽബും ഇവിടെ ആക്കിക്കൊണ്ട് പ്രവാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംരംഭങ്ങളുടെ നെട്ടലായി വർത്തിക്കുന്ന മാനാത്ത് മുഹമ്മദ് സാഹിബ്, കാരക്കാട് എത്തി അബ്ദുസലാം സാഹിബ്, RM അസർ സാഹിബ്, എൻ്റെ മകൻ ഹബീബ്, എൻ്റെ അഞ്ചൻ്റെ മകൻ നിയാസ്, മുമ്പ് പ്രവാസിയും ഇപ്പോൾ നാട്ടിലുള്ള ഫിറോസ ഖാൻ തുടങ്ങിയുള്ള പ്രവാസികളെയും ഞാൻ ഓർക്കുകയാണ്. ഇവരെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അവരുടെ നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇതുപ്രകാരം തന്നെ ഈ സ്ഥാപനം പണിതത്തിന് വേണ്ടി സത്യവചാരിച്ച അൽഫ ബിൽഡേഴ്സ് സ്ഥാപനം അതിൻ്റെ പ്രവർത്തകരെയും എൻ്റെ എഞ്ചിനീയറേയും അവർക്ക് അസർ സാഹിബ്, പിന്നെ നൗഷാദ്, റാഫി തുടങ്ങിയുള്ളവരുടെ വളരെ സംയോജിതമായ ഇടപെടലുകളും നിർദ്ദേശങ്ങളും പ്രവർത്തനപരമായിട്ടാണ് ഇത്രയും നല്ല ഭവനോട് കെട്ടിപ്പിടിക്കാൻ നമുക്ക് സാധിച്ചത്. അതിൻ്റെ പാർപ്പുണികൾ മറ്റു പ്രവർത്തനങ്ങൾ അസംഘടിക്കാൻ തുടങ്ങിയുള്ള ആളുകളെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഞാനിത് നീട്ടി പറയുന്നില്ല, 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ ഫലമായി ഉയർന്നു വന്ന സ്ഥാപനം ഈ നാട്ടിലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മൊത്തം മനുഷ്യർക്ക് വീണ്ടും ഞാൻ പറയുന്നു ഐഹികവും പാരത്രികവുമായ മോക്ഷത്തിൻ്റെ, രക്ഷയുടെ, സമാധാനത്തിൻ്റെ വഴികാട്ടി കൊടുക്കുന്ന ഗൈഡൻസായി ഇർഷാദായി വർത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ അല്ലാഹു തൗഫീഖ് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.